നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ അത് കേട്ടാൽ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. മനസാക്ഷിയില്ലാത്ത ജാതികളാണ്. പോരാത്തന് കാശിന്റെ നിങ്ങളിപ്പോ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ? ചെയ്യില്ല, ചെയ്യാമോ, ചെയ്യണമോ? സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന അത് സ്വമേധയാ അടുത്ത കേസുകൾ ഇതിൽ വേറെ തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ ബാധിച്ച വിഷയം ഞങ്ങളെ കുട്ടീനെ ഇതിൽ ആവശ്യമില്ലാണ്ട് വലിച്ചിട്ടു. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും, പക്ഷെ അതെന്റെ തൊഴിലല്ല. എന്തിനാടാ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിന് ഈ പാവം ഞങ്ങളെ വീട്ടിലൊരു കുട്ടി ഞങ്ങളെ വലിച്ചു? നിങ്ങൾ ഇന്നെ വലിച്ചിട്ടോളി. എന്തിനാണ് ഭായി വേണ്ടാത്ത പണിക്ക് പോയത്? ഇനിയിപ്പോ കേസായി, ജയിലായി, വാർത്തയായി, അന്തിച്ചർച്ചയായി. ഇപ്പൊ ഇവര് AI വോയിസ് ആണ്, അതായത് ഞങ്ങളൊക്കെ പറഞ്ഞ വോയിസ് AI വോയിസ് ആണെന്നാണ് പറഞ്ഞതിൽ. മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം. ഒരുമാതിരി പൂവമ്പഴ അണ്ണാക്കി വർത്താനം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. LKG കുട്ടികൾ എനിക്ക് തോന്നുന്നു ഇതിലേറെ ബുദ്ധിയുള്ള കുട്ടികളാണെന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. വേണ്ടാത്ത ആവശ്യമില്ലാത്ത അശ്ലീല തെറികളടക്കം കണ്ണൂർ സ്ലാങ്ങിൽ AI എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എനിക്കിതുവരെ വളരെ കുടുംബത്തിൽ കയറ്റാത്ത വണ്ണം മോശമായ രീതിയിൽ കയറ്റാൻ പറ്റാത്ത വണ്ണം എല്ലാ സ്ത്രീകളെയും, മൊത്തം സ്ത്രീകളെയും, ഉമ്മമാരെയും, യുവതികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വോയിസ് ഇപ്പോഴത്തെ കാലത്ത് AI ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനമാണ്. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി ആദ്യത്തെ പരാതി SIക്ക് കൊടുത്തു. വളരെ നന്നായി സാർ, ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. അപ്പോൾ ഇനി യാതൊരു തരത്തിലുള്ള ബന്ധം പോയിട്ട് ഈ ചെയ്ത കാര്യങ്ങൾക്ക് ഇവരോട് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത കാര്യം ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? ഇനി മേല ഇത് പറഞ്ഞ ഈ കമ്പനിയുടെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.